അസ്സാം വലൈക്കും. വൈദ്യം പാരമ്പര്യ ചികിത്സാലയം കുറ്റ്യാടി, കോഴിക്കോട് ജില്ലയാണ്. നിയർ ഫുട്ബോൾ ടർഫ് അടുക്കത്ത് വെനീസിയ ബിൽഡിംഗ്. ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് കുറ്റ്യാടി ഉള്ളത്. 9 മണി മുതൽ 3 മണി വരെയാണ് ടൈം. ബുക്കിംഗ് ഇല്ല, നേരിട്ട് വന്നിട്ട് ടോക്കൺ എടുത്താൽ മതി. ഫോൺ ബുക്കിംഗ് ഇല്ല, അതിനായിട്ട് വിളിക്കണമെന്നില്ല. പ്രധാന ചികിത്സകൾ പതിവ് പോലെ അലർജി, തുമ്മൽ, മൈഗ്രെയിൻ, മൂക്കിലെ ദശ, മൂക്കിൻ്റെ പാലം വളവ്. അതുപോലെ ഈ അലർജി കാരണം പല പ്രശ്നങ്ങളുണ്ടാകും. നിങ്ങൾ വിചാരിക്കും കണ്ണ് ചൊറിച്ചിൽ, തൊണ്ട ചൊറിച്ചിൽ, ടോൺസിൽസ് പ്രശ്നങ്ങൾ, ചെവിയിലെ നീർക്കെട്ട്, ചെവി അടയുക, ഈ പ്രശ്നങ്ങൾ. അതുപോലെ ഇത് കാരണമായിട്ട് ഡ്രൈ സ്കിന്നാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്, താരൻ്റെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഒക്കെ ഈ അലർജി കാരണം വരുന്നുണ്ട്. അപ്പം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ലോങ്ങുള്ളവർ കുറച്ച് ദിവസം, ഒരാഴ്ചയോ 10 ദിവസമൊക്കെ അവിടെ നിന്നിട്ട് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ എടുത്തിട്ട് പോകാവുന്നതാണ്. നമ്മൾ കൂടെ താമസിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. പിന്നെ മൈഗ്രെയിൻ്റെ പ്രശ്നം, ഈ അലർജി ഉള്ളവർക്കും അലർജി കാരണം, മൂക്കിലെ ദശ കാരണം, അല്ലെങ്കിൽ പാലം വളവ് കാരണം ഒക്കെ ആയിട്ടുള്ള മൈഗ്രെയിൻ തലവേദനകൾ വരുന്നുണ്ട്. അതൊക്കെ ഇത് കാരണമാണ്. പിന്നെ അതുപോലെ തന്നെ ശ്വാസമുട്ട്, ആസ്മ, അതൊക്കെ ഈ അലർജി കാരണം വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ കാരണങ്ങളാണ് നമ്മൾ ചികിത്സിച്ച് മാറ്റുന്നത്. പ്രധാനമായിട്ടും ഫാസ്റ്റിൽ മാറുന്നുണ്ട്, നമ്മുടെ അനുഭവത്തിൽ വേഗം മാറുന്നുണ്ട്. എത്രയോ വർഷങ്ങളുടെ പഴക്കമുള്ളതാണ് ഇവിടെ വരുന്നത്. 70 കൊല്ലം വരെ പഴക്കമുള്ള അലർജി ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. 30 കൊല്ലം സ്മെല്ലറിയാത്ത കേസ് വന്നിട്ടുണ്ട്. 25 ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടും മാറാത്ത ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ 2, 3, 4, 5 ഓപ്പറേഷൻ കഴിഞ്ഞ് വരുന്നവർ ധാരാളമുണ്ട്. ഓപ്പറേഷൻ കഴിയാതെ വന്നാൽ അത്രയും നല്ലത്. പിന്നെ എന്തായാലും ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ചെറിയ ചികിത്സ വന്ന് കഴിഞ്ഞ് കണ്ടിട്ട് വലിയ ഹോസ്പിറ്റലിൽ പോകണേലേ നല്ലത്. മാറിയില്ലെങ്കിൽ ആദ്യം ചെറിയ ചെറിയ സ്ഥലത്ത് ചികിത്സയ്ക്ക് പോവുക, തുടക്കമല്ലേ. അതിനുശേഷം വലിയ വലിയ ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്ക് പോവുക, അതാണ് നല്ലത്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വലിയ വലിയ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോയി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. എൻ്റെ അനുഭവത്തിൽ ഇവിടെ ഒരു ലാസ്റ്റ് ഘട്ടമായിട്ടാണ് എത്തുന്നത്. അപ്പോൾ വരുമ്പോൾ പറയുന്നത് അങ്ങനെയാണ്, അവസാനമാണ് ഇവിടെ എത്തിയെന്നാണ് എല്ലാവരും പറയുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നമ്മുടെ അടുത്ത് വന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട വീഡിയോ പരസ്യമായിട്ടല്ലേ ചെയ്യുന്നത്, രഹസ്യമായിട്ടൊന്നുമല്ലല്ലോ. എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതുപോലെ മുറിവുകൾ നമ്മുടെ സ്പെഷ്യലിയാണ്. വടച്ചൻ്റെ അനുഗ്രഹം കൊണ്ട് മുറിവിന് സ്പെഷ്യൽ ചികിത്സയുണ്ട്. ചിലപ്പോൾ പുഴുവൊക്കെ കയറിയ മുറിവ് വരുന്നുണ്ട്, ഇഷ്ടംപോലെ പുഴുക്കൾ. ഇപ്പോൾ അടുത്തൊരാളെ കാലിൽ 72 സെറ്റ്, ഒരു സെറ്റ് പുഴുവാണ് 72ഓളം വരുന്നുണ്ട് ഒരു സെറ്റ്. അങ്ങനെ ഒരു സെറ്റായിട്ട് അവർ തന്നെ കാണുന്നുണ്ട്. ഇഷ്ടംപോലെ പുഴുക്കളെ നമ്മളിങ്ങനെ എടുത്ത് നമ്മുടെ സ്റ്റാഫെല്ലാം കണ്ടിട്ട് എല്ലാവർക്കും അത്ഭുതമായിട്ടുണ്ട്. നമ്മൾ പലരെയും കാണുന്നുണ്ട്. പിന്നെ ആ രീതിക്കുള്ള വലിയ വലിയ പുഴുക്കളാണ് കാലിലുണ്ടായത്. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, പുഴുത്തു പോയെന്ന് പറഞ്ഞിട്ട് ചികിത്സയില്ലാന്നൊന്നും വിചാരിക്കേണ്ട. അതിനൊക്കെയുള്ള സ്പെഷ്യലി ചികിത്സയുണ്ട്. അതുപോലെ വെരിക്കോസ് അൾസർ, ഷുഗർ അൾസർ മുറിച്ച് കളയുമ്പോൾ പറ്റുമെങ്കിൽ നമ്മളെ സമീപിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ പറയുന്ന പോലെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്താലേ പൂർണ്ണമായിട്ടും മാറുള്ളൂ. ഒരു ദിവസം ചികിത്സ ചെയ്തിട്ട് മാറിയില്ല എന്ന് പറഞ്ഞിട്ട് പോകണ്ട. എൻ്റെ അടുത്ത് വന്ന ആൾക്കാരിൽ ഒരു 100ൽ 99% പേരും പൂർണ്ണമായിട്ടും മുറി ഉണങ്ങിപ്പോയവരാണ് ഇവിടെ വന്ന ആൾക്കാർ. പെട്ടെന്ന് ഫാസ്റ്റിൽ 1% അല്ല, 1-2 പേര് വേറെ പ്രശ്നങ്ങൾ കൊണ്ടാണ്, അവർക്ക് ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നം, അതിനൊക്കെ നമ്മൾ ചികിത്സ കൊടുക്കുന്നുണ്ട്. ചില ബ്ലഡിൻ്റെ പ്രശ്നങ്ങൾ, ബ്ലഡ് ശുദ്ധീകരണത്തിൻ്റെ കുറവ്, അങ്ങനെയൊക്കെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് കുറച്ച് സമയം എടുക്കുന്നത്. പിന്നെ പകുതി ചികിത്സ കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്തേക്ക് പോവുകയും ചെയ്യരുത്. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പൂർണ്ണമായിട്ട് നമുക്ക് മാറിക്കിട്ടണമെന്നൊന്നുമില്ല. എന്തായാലും ഫാസ്റ്റാണ് ഇവിടുന്ന് മാറിപ്പോകുന്നത്. ഇത്രയും നല്ല ഉറപ്പിൽ ഞാൻ പറയുന്നത്. നമ്മുടെ അനുഭവങ്ങളുണ്ട്. അതുപോലെ കൈ പൊന്താത്ത കേസുകൾ, ഓപ്പറേഷൻ വരെ ചെയ്ത ആൾക്കാർ വരുന്നുണ്ട്. കൈ പൊന്തിക്കാൻ പറ്റാതെ വർഷങ്ങളുടെ ബുദ്ധിമുട്ടുള്ളവർ വേഗം മാറിയിട്ട് പോകുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, നമുക്ക് നോക്കാം. മർമ്മ ചികിത്സകളിലൂടെ നമുക്ക് വേഗം ഒരു സൊല്യൂഷൻ കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലതല്ലേ അത്. എന്തായാലും നമ്മളിവിടെ ചികിത്സ കൊടുത്ത് വരുന്നുണ്ട്. ബാക്ക് പെയിൻ, നെക്ക് പെയിൻ, ഷോൾഡർ പെയിൻ, അതുപോലെ വെരിക്കോസ്, മസിൽ പെയിൻ, ബോഡി പെയിൻ എല്ലാം ഇതുവരെ നമ്മുടെ അനുഭവത്തിൽ മാറുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ചെറിയ ചികിത്സകളിലൂടെ മാറുന്നുണ്ട്. പിന്നെ അഡ്മിറ്റും അത്യാവശ്യം വേണ്ടുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ കോഹിനൂർ വരുന്നുണ്ട്. അതായത് യൂണിവേഴ്സിറ്റി കോഹിനൂർ അടുത്തത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ലൈസൻസ് കൈ കിട്ടിയ അവിടെ സ്റ്റാർട്ട് ചെയ്യും. ലൈസൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ കൈ കിട്ടുന്നതിൻ്റെ താമസം ഉടനെ നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ പല ആൾക്കാരും ഉണ്ടാവും ചികിത്സയ്ക്കായിട്ട്. താല്പര്യമെങ്കിൽ ചില ആയുർവേദ ഡോക്ടർമാരെ നമ്മളെ കൂടെ ഇരുത്തുന്നുണ്ടാവും. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നമ്മളെ കൂടെ ചികിത്സ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അങ്ങനെ വരാൻ വേണ്ടിയിട്ട്.
ഒക്കെ നമുക്ക് നല്ലതാണ്. എക്സ്പീരിയൻസിനൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് കൊടുക്കുന്നതും നമുക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ പാരമ്പര്യ വൈദ്യത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് ഡോക്ടേഴ്സുണ്ട്. അപ്പോൾ അവർക്ക് താല്പര്യമുള്ളവർ വന്നാൽ നമുക്ക് നല്ലതാണ്. അവർക്കും ഒരു എക്സ്പീരിയൻസ് പാരമ്പര്യ വൈദ്യമായിട്ട് ഉണ്ടാവുമല്ലോ. ഇഷ്ടംപോലെ ആൾക്കാർ ഡോക്ടേഴ്സ് തന്നെ നമ്മുടെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്നുണ്ട്. എന്തിനാണ്? അലർജി, തുമ്മൽ, മൂക്കിൻ്റെ ദശ, സ്മെല്ലറിയാത്ത പ്രശ്നത്തിനൊക്കെ വരുന്നുണ്ട്. അടുത്തിപ്പം മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ 2 ഡോക്ടർമാർ വന്ന് അവർ പോകുന്ന സമയത്ത് നല്ലോണം തന്നെ പരിചയപ്പെട്ട് പിന്നെ എന്നോട് പറഞ്ഞിട്ട് പോയി, ഞാൻ ഡോക്ടേഴ്സാണ്, നല്ലവരായ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മളെ വൈദ്യത്തിലും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അവർ അലോപ്പതി വിശ്വസിക്കുന്ന പോലെ തന്നെ നമുക്കും അലോപ്പതിയിൽ വിശ്വാസമില്ലേ? ചില കേസിൽ നമ്മൾ തീർച്ചയായിട്ടും അലോപ്പതി പോകും. നമുക്ക് ഏത് ട്രീറ്റ്മെൻറ്റാണ് ആവശ്യം, അനിവാര്യമായിട്ട് വേണ്ടത് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി, എനിക്കായാലും നമ്മൾ പെട്ടെന്നൊരു ആക്സിഡൻറ്റോ കാര്യമോ നമ്മൾ പോകുന്ന അലോപ്പതി തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണത്, അത്യാവശ്യമാണ്. പെട്ടെന്നൊരു വലിയൊരു ഓപ്പറേഷനോ കാര്യമൊക്കെ വേണമെങ്കിൽ എന്ത് സംഭവിക്കാം, മനുഷ്യൻ്റെ അവസ്ഥയല്ലേ, ചിലപ്പോൾ നമുക്ക് ആവശ്യമാണ്. അപ്പം നമ്മൾ തള്ളിക്കളയല്ല വേണ്ടത്. അലോപ്പതി നമുക്ക് നിർബന്ധമാണ്, യുനാനി നിർബന്ധമാണ്, ഹോമിയോ നിർബന്ധമാണ്, ആയുർവേദ നിർബന്ധമാണ്. ചില ഘട്ടത്തിൽ നമുക്കെല്ലാം വേണം. അതുപോലെ പാരമ്പര്യ ചികിത്സകളും വളരെ അത്യാവശ്യമാണ്. ചില ആൾക്കാർക്ക് അലോപ്പതി ഒന്നും പിടിക്കില്ല, വേറൊരു ചികിത്സയും പിടിക്കില്ല, വൈദ്യം മാത്രമേ പിടിക്കുകയുള്ളൂ. അങ്ങനെ ഇപ്പോൾ 2 പേര് നീലേശ്വരത്ത് നിന്ന് ഞങ്ങളുടെ ചികിത്സയ്ക്ക് വന്നിട്ട് പോയി. നമ്മളെ കാസർഗോഡ് നീലേശ്വരത്ത് നിന്ന് ഇപ്പോൾ 2 ലേഡീസ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ അവിടെ നിന്ന് പോയതേ ഉള്ളൂ. ഞാൻ ലീവ് ദിവസമാണ്. അങ്ങനെ 2-3 പേര് അത്യാവശ്യക്കാർ വന്ന് ഞാൻ നോക്കി. അപ്പോൾ അവർക്ക് ഇതുപോലെ മുട്ടുവേദനയായിട്ട് മുട്ടിങ്ങനെ വളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു പ്രാവശ്യം ഇവിടെ വന്നതാണെന്ന്, ഫസ്റ്റ് വന്ന് ഇവിടുത്തെ ബഷീർ വൈദ്യരെ കണ്ടിട്ട് പോയത്. വളരെ നല്ല മാറ്റമുണ്ട്, ഒറ്റൊരു മരുന്നാണ് കൊടുത്തത്, വളരെ നല്ല മാറ്റമുണ്ട് എന്ന് അവർ വന്ന് പറഞ്ഞ് ഭയങ്കര അത്ഭുതമായിപ്പോയി. ആ നല്ല മാറ്റമുണ്ടെന്ന്. മുട്ടിലെ വളവ് മാറിയിട്ടില്ല, വളവ് മാറാനുള്ള ചികിത്സ നമ്മൾ കൊടുത്തില്ല, കെട്ടണം, പക്ഷേ നീർക്കെട്ടും വേദന നല്ല മാറ്റമുണ്ട്. ശരിക്കും എനിക്ക് അതിശയായി. എന്നെ അന്ന് കണ്ടില്ല, അവരെന്നെ കാണാനാണ് വന്നിരുന്നത്, എന്നെ കണ്ടില്ല. അപ്പം എൻ്റെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല പരിഗണന കൊടുത്തെന്ന് പറഞ്ഞു, ഇവിടുന്ന് ഫുഡൊക്കെ കൊടുത്തെന്ന് പറഞ്ഞു. ഒരു ഭയങ്കര സന്തോഷത്തോടെയാണ് ഇവിടുന്ന് അവർ പോയത്. പിന്നെ എന്താ പറയുക, അപ്പോൾ അതുപോലെ എന്താ പറഞ്ഞു വന്നത്, ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ചികിത്സകൾ നമ്മളിവിടെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ചികിത്സകളും നമുക്ക് ആവശ്യമാണ്. ഒരു ചികിത്സകളും നമ്മൾ തള്ളിക്കളയരുത്. ആവശ്യം ഏതാണ്, നിങ്ങൾക്ക് ഏത് മരുന്നാണ് പിടിക്കുന്നത് നിങ്ങളത് ചെയ്യുക, അതിന് മടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് വലിയ ചിലവില്ലാത്തതും പിന്നെ നമുക്ക് രോഗം വേഗം മാറുന്നതും ആണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഒരുപാട് ഇപ്പോൾ ഓപ്പറേഷനൊക്കെ ലക്ഷങ്ങളുടെ ചിലവുണ്ട് തീർച്ചയായിട്ടും. ചിലപ്പോൾ വേണ്ടടുത്തത് വേണം. ചില ആൾക്കാർക്ക് അതൊന്നും കൊടുക്കാൻ ഒരു നിവൃത്തിയും ഉണ്ടാവില്ല. പക്ഷേ ഈ വൈദ്യത്തിലൂടെ എളുപ്പത്തിൽ മാറുമെങ്കിൽ നമ്മളത് സ്വീകരിക്കാം. ആവശ്യമാണ്, അത്യാവശ്യമാണ്. അത് നിർബന്ധിക്കേണ്ട. പൈസക്കാർക്ക് ആണെങ്കിൽ ഓപ്പറേഷൻ ചെയ്താലേ പറ്റുമെങ്കിൽ അവർക്ക് ആ വഴിയുണ്ട്. എല്ലാ വഴിയും നമ്മുടെ മുമ്പിലുണ്ട്. ആവശ്യമുള്ളത് നിങ്ങൾക്ക് സ്വീകരിക്കാം. ഞാൻ ആരും തടസ്സപ്പെടുത്തരുത്. ഒരു ചികിത്സാ രീതിയിലെയും ആരും കുറ്റം പറയരുത്. അലോപ്പതിക്കാരും പറയരുത്, ആയുർവേദക്കാരും പറയരുത്, യുനാനിക്കാരും പറയരുത്, ഹോമിയോക്കാരും പറയരുത്. എന്നാലേ നമുക്ക് ഇവിടെ ഒന്നിച്ച് സമൂഹത്തിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് കുത്തി, അയ്യേ ആ ചികിത്സ മോശമാണ്, ഈ ചികിത്സ മോശമാണ്, ഒരാളെയും കുറ്റം പറയരുത്. ചിലപ്പോൾ നമുക്കൊരു പാരസെറ്റമോൾ വരെ നമുക്ക് വളരെ ഉപയോഗത്തിൽ വന്നെന്നിരിക്കും. പക്ഷേ എന്ന് വിചാരിച്ച് നമ്മളതിന് അഡിക്ഷൻ ആവണമെന്നൊന്നുമില്ല. എന്നാൽ ഗുളിക അലോപ്പതി കൊടുക്കുന്നവർക്ക് തന്നെ അറിയാം ആ ഗുളികയിൽ എന്താണെന്ന് കണ്ടൻറ്റ്, അതിൽ എല്ലാമൊന്നും അറിയില്ല കണ്ടൻറ്റൊന്നും, എന്നാലും അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാം, ഓവറായാൽ ഉള്ള പ്രശ്നങ്ങൾ. എന്നാൽ അത്യാവശ്യ ഘട്ടത്തിൽ അത് ഭേദമാവുന്നതുകൊണ്ട് അതും നമ്മൾ മനസ്സിലാക്കണം. ആവശ്യം അനുസരിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ വഴികൾ നമ്മൾ സ്വീകരിക്കുക. ആരെയും പരസ്പരം കുറ്റം പറയാതെ പോവുമെങ്കിലല്ലേ നല്ല സന്തോഷമായിട്ട് നമുക്ക് എല്ലാ ചികിത്സയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എല്ലാവരും ഈ ലോകത്ത് ജീവിച്ചു പോകണ്ടേ, ജീവിച്ചോട്ടെ, എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പം എല്ലാവർക്കും വീണ്ടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാസർഗോഡ് അപ്പം 79 07 43 8943 എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അമാന ക്ലിനിക്കിലേക്ക് വരാം. ഞാനിങ്ങനെ ഒരുപാട് പറഞ്ഞ് നിങ്ങളെയൊക്കെ ബോറടിപ്പിക്കുന്നുണ്ടല്ലേ. കുറച്ച് കാലം വളരെ സൈലൻ്റായിട്ടിരുന്ന ഒരാളാണ് ഞാൻ, വളരെ സൈലൻ്റായിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ച് സൈലൻ്റായിട്ടിരുന്നിട്ട് വലിയ കാര്യമില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് വയലൻ്റ് ആവുന്നത് നല്ലതാണെന്ന്. അപ്പം എല്ലാവരും എന്നോട് ക്ഷമിച്ചേക്കുക. വീഡിയോ നീണ്ടുപോയെങ്കിൽ അതും ക്ഷമിച്ചേക്കുക. അപ്പോൾ എല്ലാത്തിനും നല്ലത്, വന്നതും നല്ലത്, പോയതും നല്ലതിന്, ബാക്കിയെല്ലാം നല്ലതിന്. ഓക്കെ, അസ്സലാമു അലൈക്കും.